നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പാഠം എടുത്തത് ഓർമ്മയുണ്ടല്ലോ. ഏത് പാഠമായിരുന്നു എടുത്തിരുന്നത്? നമ്മള് കച്ചട്ടി സ്വാമിയാരുടെ കഥ എന്ന് പറഞ്ഞ പാഠമാണ് എടുത്തിരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ നോട്ട് ചെയ്ത് തന്നിരുന്നു. അത് നമുക്ക് 40% പാഠങ്ങൾ നമുക്ക് TMLSS ആയിട്ടാണ് വരുന്നത്, TMK ഉള്ളത്. ബാക്കിയുള്ള 60% ചാപ്റ്റർ പാഠങ്ങളാണ് നമുക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് 60% വരുന്ന പാഠങ്ങളാണ്. അപ്പോൾ ആ പാഠങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തു പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ പാഠങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞുതരും. അതിനകത്ത് ഒന്ന് ജസ്റ്റ് 1 വേർഡ് മാത്രമാണ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളത് ലാസ്റ്റ് കവർ ചെയ്യാം. ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട പാഠങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. അതിനകത്ത് നമ്മൾ കച്ചട്ടി സ്വാമിയാരുടെ കഥ എന്ന് പറഞ്ഞ പാഠങ്ങൾ പഠിച്ചത്. അതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. ചെറുശ്ശേരിയുടെ പ്രിയനെ തേടി എന്ന് പറയുന്ന ഒരു കവിത. ചെറുശ്ശേരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചെറിയ ക്ലാസ്സിലൊക്കെ മുമ്പ് പഠിച്ചിരുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രാചീന കവിത്രയങ്ങൾ, അതായത് പുരാതന കവിത്രയങ്ങളിൽ ഒരാളാണ് ചെറുശ്ശേരി എന്ന് പറയുന്നത്. കവിത്രയം എന്ന് പറയുമ്പോൾ എന്താണ്? കവിത്രയം, ത്രയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 3, അതായത് 3 പേര് കൂടി ചേരുന്ന ഒക്കെയാണ് ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. അങ്ങനെയുള്ള പ്രാചീന കവിത്രയങ്ങളിൽ പ്രസിദ്ധനായ ആളാണ് നമ്മുടെ ചെറുശ്ശേരി. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ്. അദ്ദേഹത്തിന്റെ ചെറുശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഏതാ? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ, അതായത് കൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു കാവ്യമാണ് കൃഷ്ണഗാഥ, ഭഗവാൻ കൃഷ്ണന്റെ. അപ്പൊ അതാണ് കൃഷ്ണഗാഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ആ കൃഷ്ണഗാഥ രചിച്ച് അതിലൂടെ തന്നെ പ്രശസ്തനായ കവിയാണ് ആര്? നമ്മുടെ ചെറുശ്ശേരി. അദ്ദേഹത്തിന്റെ ആ കൃഷ്ണഗാഥ എന്ന് പറയുന്ന അതൊരു ബൃഹത് കൃതിയാണ്, വലിയ കൃതിയാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള പ്രിയനെ തേടി എന്നുള്ള ഭാഗം. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് പ്രിയനെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷ്ണനെ തന്നെയാണ്. കൃഷ്ണന് അറിയാലോ, വളർന്നത് അമ്പാടിയിലാണ് വളർന്നത്. യശോദരന്റെയും നന്ദഗോപരുടെയും പുത്രനായി കൃഷ്ണൻ അമ്പാടിയിൽ വളർന്നു. അപ്പൊ അവിടെ എന്താ, കൃഷ്ണന്റെ ബാല്യം തൊട്ട്, ശിശുവായിരുന്ന സമയത്ത് തൊട്ട് ശൈശവവും ബാല്യവും കൗമാരമൊക്കെ നടന്നത് എവിടെയായിരുന്നു? നന്ദഗോപരുടെയും യശോദരുടെയും കൂടെ അവിടെ വൃന്ദാവനത്തിലായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടും ഇഷ്ടംപോലെ ഗോപസ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗോപസ്ത്രീകളും ശ്രീകൃഷ്ണനോടുള്ള അടുപ്പവും അവർ തമ്മിലുള്ള അവർ അത്രത്തോളം ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ശ്രീകൃഷ്ണനോട് ആ ഇഷ്ടം ഉണ്ടാകുമ്പോൾ തന്നെ ഒരാളോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുമ്പോൾ എന്താണ്, അവര് വിരഹം, വേർപാടുണ്ടാകുമ്പോൾ നമുക്കത് വളരെയധികം ദുഃഖം ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ. കൃഷ്ണനെ കാണാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ പ്രിയനെ തേടി, അവരുടെ പ്രിയതമനായ ശ്രീകൃഷ്ണനെ തേടിക്കൊണ്ട് ആരാണ്? ഗോപസ്ത്രീകള് വൃന്ദാവനത്തിലെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. ആ ഒരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് ഈ കാവ്യത്തിന്റെ വിഷയമായിട്ട് പറയുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത്, അതായത് ശ്രീകൃഷ്ണനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട് അവര് എന്താണ്, ആകെ ഉന്മാദാവസ്ഥയിൽ, ഉന്മാദം എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാന്ത്. അതുപോലെയുള്ള അവസ്ഥയിൽ, സ്നേഹം കൊണ്ട് അവർ അങ്ങനെ ഒരു അവസ്ഥയിലായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർക്ക് അപ്പൊ ഈ കാണുന്ന ആ പോകുന്ന വഴിയിൽ വൃന്ദാവനത്തിൽ ഉടനീളം ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് നടക്കുന്ന ഗോപസ്ത്രീകള് അവർക്ക് ജീവനുള്ളതും ജീവനില്ലാത്തതായിട്ടുള്ള പല വസ്തുക്കളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊന്നും അവർ ജീവനുള്ളതാണ്, ജീവനില്ലാത്തതാണെന്നും അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലായി തീർന്നു. അപ്പൊ അങ്ങനെ കാണുന്ന പുഷ്പങ്ങളോടും വള്ളികളോടും ചെടികളോടും വൃക്ഷങ്ങളോടും പിന്നെ അതുപോലെ കോകങ്ങൾ, അതായത് പക്ഷികളോടും ഒക്കെ എന്താണ്, ശ്രീകൃഷ്ണനെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ പറയുന്ന അങ്ങനെയുള്ള ഇതാണ് നമുക്ക് ഈ പ്രിയനെ തേടി എന്ന് പറയുന്ന ഈ കാവ്യഭാഗത്ത് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ
വായിച്ചു നോക്കിയാലും മതി. എന്നാലും ഞാൻ വേണമെങ്കിൽ ഓടിച്ച് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഗൈഡിൽ കുറച്ചൊക്കെ വാക്കുകൾ ഉണ്ടാവും, അല്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയാം. അപ്പം നിങ്ങളൊന്ന് കയ്യിൽ പേനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പെൻസിലുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കണ്ണാ കണ്ണാ എന്നു തിണ്ണം വിളിച്ചുടൻ കണ്ണുനീർ കൊണ്ട് കുളിച്ചു ചെമ്മേ. അപ്പൊ കണ്ണനെ ശ്രീകൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണുനീർ ഒലിച്ചുകൊണ്ട് കണ്ണുനീർ കൊണ്ട് കുളിച്ചു ചെമ്മേന്ന് പറയുന്നത്. അപ്പൊ എന്താ കുളിക്കുക എന്ന് പറഞ്ഞ, കണ്ണുനീർ കൊണ്ട് എങ്ങനെ നമ്മൾ കുളിക്കുന്നത്? അതായത് അത്രയും ശ്രീകൃഷ്ണനെ കാണാനുള്ള ദുഃഖം കൊണ്ട് അവര് അത്രയും ദുഃഖത്തിൽ ആണ്ടുപോയി. അതുകൊണ്ടാണ് കണ്ണുനീർ കൊണ്ട് കുളിച്ചു ചെമ്മേ എന്നൊരു ഉപമ ഇവിടെ നമ്മുടെ ചെറുശ്ശേരി കൊണ്ടുവന്നിരിക്കുന്നത്. ചാരുത്വമാണ്. ചാരുത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചാരുത്വം എന്ന് പറഞ്ഞാൽ മനോഹരം, മനോഹരമായ ദാരു. ദാരു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വൃക്ഷം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദാരു എന്ന് പറഞ്ഞാൽ വൃക്ഷം. ദാരുക്കളോടും താൻ ചാരത്ത് ചേർന്നൊരു, അങ്ങനെ മനോഹരമായി നിൽക്കുന്ന വൃക്ഷങ്ങളോടും താൻ ചാരത്ത്, അതിന്റെ ചാരത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സമീപത്ത്, അതിന്റെ സമീപത്ത് ചേർന്നിട്ടുള്ള വല്ലികളോടും. വല്ലികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റിച്ചെടികൾ ഉണ്ടാവില്ലേ നമ്മള് വയലിന്റെ അടുത്തും അല്ലെങ്കിൽ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പടർന്നു നിൽക്കുന്ന ചെറിയ പൂക്കളോട് കൂടി ചെറിയ കുറ്റിച്ചെടികൾ കാണൂലേ? അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? വല്ലി എന്ന് പറയുന്നത്. അപ്പൊ എന്താ? സമീപത്ത് കാണുന്ന വൃക്ഷങ്ങളോടും അതിനോട് ചേർന്ന് നിൽക്കുന്ന വല്ലികളോടും കുറ്റിച്ചെടികളോടും ഒക്കെ എന്താണ് അന്വേഷിക്കുന്നത്? പിന്നെന്താ? അതുകൂടാതെ എന്താ? കോകങ്ങൾ. കോകങ്ങൾ എന്ന് പറഞ്ഞാൽ ചക്രവാകപക്ഷി. ചക്രവാകപക്ഷിയോടും കോകിലം. കോകിലം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കുയിൽ. കോകിലം എന്താ? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുയിൽ. കുയിലിനോടും കൂകുന്ന കേകികൾ. സോറി, ക്ഷമിക്കണം. കോകിലം എന്ന് പറഞ്ഞാൽ മയിലാണ്. പിന്നെന്താ? കേകി എന്ന് പറഞ്ഞാലാണ് എന്ത്? കുയിൽ. അപ്പൊ എന്താ? കോകിലം എന്ന് പറഞ്ഞാൽ മയിൽ, കേകി എന്ന് പറഞ്ഞാൽ എന്താ? കുയിൽ. അപ്പൊ കുയിലിന്റെ പ്രത്യേകത എന്താ? കുയിൽ എപ്പോഴും കൂകിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ കേകി, കൂകുന്ന കുയിലുകളോടും, പിന്നെ അതുപോലെ കോകിലം എന്ന് പറഞ്ഞ മയിലിനോടും, പിന്നെന്താണ്? ചോദിച്ചു നീളെ അങ്ങനെ ചോദിച്ച് അവര് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ? ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട്, ശ്രീകൃഷ്ണനെ കാണാതുള്ള ആ വിരഹം കൊണ്ട്, വിരഹം എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ട് കാണുന്ന ജീവനില്ലാത്തതായ, ജീവനുണ്ട് എന്നാലും സംസാരിക്കാത്തതായിട്ടുള്ള എന്താണ്? മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും വള്ളികളോട് പോലും എന്താണ്? ശ്രീകൃഷ്ണനെ കണ്ടോ എന്ന്, അമ്പാടിയിലെ ഞങ്ങളുടെ പ്രിയതമനായ ശ്രീകൃഷ്ണനെ കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഗോപസ്ത്രീകളെല്ലാവരും. പിന്നെന്താ? അങ്ങനെ ചോദിച്ച് അവര് നടന്നുകൊണ്ടിരിക്കുന്നു. ചെൽക്കൊള്ളു ഏണങ്ങൾ തങ്ങൾ. ഏണം എന്ന് പറഞ്ഞാൽ എന്താ? ഏണം എന്ന് പറഞ്ഞാൽ മാൻ. മാനിന് പറയുന്ന വാക്കാണ് ഏണം. ഏണങ്ങളോട് എന്താണ് പറയുന്നത്? കോകിലമേ. അതുപോലെ ഏണങ്ങളോടും ചോദിക്കുകയാണ്. അതുപോലെ കോകിലമേ ചൊൽ നീ ഗോകുലനാഥനെ പോകുന്നത്. കോകിലത്തിനോട് ചോദിക്കുകയാണ്, നീ ഗോകുലനാഥൻ. ഗോകുലനാഥൻ എന്താ? ഗോകുലത്തിന്റെ നാഥനായ ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരാണ് എന്താണ്? ഗോകുലനാഥൻ. ഗോകുലത്തിന്റെ നാഥനായ ഞങ്ങളുടെ പ്രിയതമനെ ഈ പോകുന്ന വഴി നിങ്ങളെങ്ങാനും കണ്ടുവോ എന്ന് ഗോകുലത്തിനോട് ചോദിക്കുകയാണ്. അതുപോലെ ഓലക്കമാണ്ടവൻ കോലക്കുഴലോടു ചാലെ പഠിച്ചായി നീ എന്ന് തോന്നും. അപ്പൊ എന്താണ്? കോകിലത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ കണ്ടിട്ടാണ് നിങ്ങളത് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നിങ്ങളെങ്ങാനും കണ്ടിരുന്നോ? ഓടക്കുഴൽ പിടിച്ചുകൊണ്ട്, മനോഹരമായിട്ടുള്ള ഓടക്കുഴൽ പിടിച്ച് മനോഹരമായ ഞങ്ങളുടെ അമ്പാടിയിലെ ശ്രീകൃഷ്ണൻ ഇതുവഴി എങ്ങാനും പോകുന്നത് അല്ലയോ കോകിലമേ നിങ്ങൾ കണ്ടോ എന്നാണ് കോകിലത്തോട് ആര് ചോദിക്കുന്നത്? ഗോപസ്ത്രീകള് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ അടുത്തത് അവർ ചോദിക്കുന്ന ആരാണ്? പിച്ചകത്തോട്. പിച്ചകമേ നീ ചൊല്ലച്യുതൻ വന്നു നിശ്ചയിൽ നിന്നെ തഴുകിനാനോ. പിന്നെന്താണ് ചോദിക്കുന്നത്? അല്ലയോ പിച്ചകമേ, നിന്റെ അടുത്ത് വന്ന് അച്യുതൻ. അച്യുതം എന്ന വാക്കുന്നത് എന്താ? അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശം. അപ്പൊ അച്യുതൻ എന്നുള്ള പേര് ശ്രീകൃഷ്ണൻ ഉണ്ടായത് എന്താ? അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവനാണ് ശ്രീകൃഷ്ണൻ. ആ അർത്ഥത്തിലാണ് ശ്രീകൃഷ്ണന് അച്യുതൻ എന്ന വാക്ക് വന്നത്. അതൊന്ന് നോട്ട് ചെയ്ത്. അച്യുതം എന്ന് പറഞ്ഞാൽ നാശം. അപ്പൊ അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ. അങ്ങനെയാണ് ശ്രീകൃഷ്ണന് അച്യുതൻ എന്ന പേര് വന്നത്. അപ്പൊ എന്താണ്? പിച്ചകത്തോട് ചോദിക്കാൻ, അല്ലയോ നീ അച്യുതം വന്ന് നിന്നെ ഇച്ഛയിൽ തഴുകിയ, നിന്നെ ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നിന്നെ തഴുകിയാവോന്ന്. അതുകൊണ്ടാണോ നീ ഇങ്ങനെ വിടരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ശ്രീകൃഷ്ണൻ വന്ന് നിന്നെ ഇച്ഛയോടുകൂടി, സ്നേഹത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി തലോടിയോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ വിടരാനായി നിൽക്കുന്നത് എന്ന് പിച്ചകത്തോട് ഗോപസ്ത്രീകൾ ചോദിക്കുകയാണ്. മൊട്ടുകൾ ആകിന കോൾമയിർ കൊണ്ടിതാ വട്ടത്തിൽ നിന്മയിൽ കാണാകുന്നു. അതായത്
കണ്ട അവരുടെ പിച്ചകത്തിന്റെ ആ പിച്ചക പൂവ് വിടരാനായിട്ട് മുട്ടുകൾ നിന്ന് വിടരാനായി നിൽക്കുന്നു. കോൾമയിർ കൊണ്ട് അതായത് ശ്രീകൃഷ്ണൻ വന്ന് നിങ്ങളെ തലോടിയപ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം വന്നതുപോലെയാണ് നിങ്ങളുടെ ദേഹത്തെല്ലാം മുട്ടുകൾ വിടരാറായി നിൽക്കുന്നത്. അപ്പൊ ആ പിച്ചകം ഒട്ട് വിരിയാറായി നിൽക്കുന്ന ആ രീതി കണ്ടപ്പോൾ അവരോട് ചോദിക്കുകയാണ് ഗോപസ്ത്രീകൾ, ഈ പോകുന്ന ശ്രീകൃഷ്ണൻ നിങ്ങളുടെ അടുത്തുകൂടെ പോയി, അപ്പൊ നിങ്ങളെ തലോടിയപ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം വന്നു. അങ്ങനെയാണോ നിങ്ങൾ ഇപ്പോൾ വിടരാനായി നിൽക്കുന്നത് എന്നാണ് ഗോപസ്ത്രീകൾ പിച്ചകത്തോട് ചോദിക്കുന്നത്. അതുപോലെ പിന്നെന്താ അടുത്തത് അത്തിയെ കേളങ്ങൾ, പിന്നെ അത്തിമരം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അടുത്തത് എന്താ അത്തിമരത്തിനോട് ചോദിക്കുന്നത്. അത്തിയെ കേളങ്ങൾ നിങ്ങൾ കേട്ടാലും ചിത്തം മയക്കുന്ന ഒരു അത്തിയിരനങ്ങളെ കൈവിടിഞ്ഞ. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മനസ്സ്. ഞങ്ങളുടെ മനസ്സ് മയക്കുന്ന അത്തീരനൻ ഞങ്ങളെ കൈവിടിഞ്ഞ്, ഞങ്ങളെ മനസ്സിനെ കീഴടക്കിയ ആ അമ്പാടിയിലെ ശ്രീകൃഷ്ണൻ ഞങ്ങളെ കൈവിടിഞ്ഞു. അത്തിയെ സന്തതം കത്തി എഴുന്നീ തീയെ ആയുധമേനിയല്ല. ആ ശ്രീകൃഷ്ണൻ ഞങ്ങളെ കൈവിടിഞ്ഞതായി, ഞങ്ങൾ വിട്ടു പോയിരിക്കുകയാണ്. ആ ദുഃഖത്തില് ഞങ്ങളുടെ ദേഹമെല്ലാം, മേനി എന്ന് പറഞ്ഞാൽ എന്താ? മേനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശരീരം. ഞങ്ങളുടെ ദേഹമെല്ലാം കത്തി എരിഞ്ഞ തീ കത്തുമ്പോൾ എന്താവും? തീരെ അടുത്തോടെ നമ്മൾ പോകുമ്പോൾ തന്നെ ദേഹത്ത് നല്ല ചൂടുണ്ടാവില്ലേ? അപ്പോൾ എന്താ? അതുപോലെ ദേഹത്ത് തീ വീണാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആ അവസ്ഥ പോലെ ദേഹം ഉരുകുന്ന ഒരു അവസ്ഥ പോലെയാണ് ആ വിരഹാഗ്നിയിൽ ഞങ്ങളാകെ പെട്ട് ഉലയുകയാണ് എന്നാണ് ഗോപസ്ത്രീകള് അത്തിമരത്തിനോടും പറയുന്നത്. ഇനി അടുത്തെന്താ? കുന്തമേ നീ എന്തു കുമ്പിട്ടു നിൽക്കുന്നു, നന്ദസുതൻ നിന്നെ നിന്ദിച്ചാണോ? പിന്നെ അടുത്ത ആരോടെ ചോദിക്കുന്നത്? കുന്തം എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? കുരുക്കുത്തിമുല്ല. കുരുക്കുത്തിമുല്ലയാണ് കുന്തം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അപ്പൊ അടുത്തത് ആ കുന്തം അതായത് ആ കുരുക്കുത്തിമുല്ല, ആ കുന്തം എന്ന് പറഞ്ഞാൽ അതൊരു ചെടിയാണ്, കുരുക്കുത്തിമുല്ലയുടെ ചെടി. അപ്പൊ അതിനടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത്, നന്ദസുതൻ നിന്നെ നിന്ദിച്ചാണോ? അപ്പൊ ചെടി താഴ്ന്നു നിൽക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ കുമ്പിട്ട് നിൽക്കുന്നു എന്ന് ഗോപസ്ത്രീകൾ ഉപമിച്ച് പറയുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത്? നന്ദസുതൻ എന്ന വാക്ക് എങ്ങനെയാ ശ്രീകൃഷ്ണൻ വന്നത്? നന്ദഗോപരുടെ പുത്രൻ. സുതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുത്രൻ. അപ്പൊ നന്ദഗോപരുടെ പുത്രൻ എന്ന രീതിയിലാണ് ശ്രീകൃഷ്ണന് എന്ത് പേര് കിട്ടിയത്? നന്ദസുതൻ എന്ന വാക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലയോ കുന്തമേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത്? ശ്രീകൃഷ്ണൻ നന്ദഗോപരുടെ പുത്രനായ ശ്രീകൃഷ്ണൻ നിങ്ങളെ നിന്ദിച്ചുവോ? നിങ്ങളെ എന്തെങ്കിലും പഴിക്കുകയോ ദേഷ്യപ്പെട്ട് പറയുകയോ എന്തെങ്കിലും ചെയ്തോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത് എന്നാണ് അവർ സംശയത്തോടു കൂടി ഗോപസ്ത്രീകള് കുരുക്കുത്തിമുല്ലയോട് ചോദിക്കുന്നത്. പിന്നെന്താ? പുഞ്ചിരി തന്നോട് തോറ്റതൊഴിച്ചു നിൻ നെഞ്ചിൽ വെറുപ്പു മാറ്റിയല്ലേ. നിങ്ങളോട് സ്നേഹത്തോടു കൂടി പുഞ്ചിരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ശ്രീകൃഷ്ണനോട് ദേഷ്യം ഒന്നും തോന്നുന്നില്ലല്ലോ? നിങ്ങളുടെ ഈ വിരിഞ്ഞു നിൽക്കുന്ന അവര് എന്താണ് മുല്ലപ്പൂ നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്താ ഒരു പുഞ്ചിരിച്ചതുപോലെ തോന്നും. അപ്പൊ നിങ്ങളുടെ പുഞ്ചിരി കാണുമ്പോൾ നന്ദസുത എന്തായാലും നിങ്ങളോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ സാധ്യതയില്ല, ശ്രീകൃഷ്ണൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടാൻ സാധ്യതയില്ല എന്നും കൂടി അവര് ഗോപസ്ത്രീകള് പറയുന്നു. ഏണങ്ങളെ എന്തു നൂണങ്ങു പായുന്നു, ബാണങ്ങളല്ല ഞങ്ങൾ ചൊല്ലാം, ക്ഷീണങ്ങൾ ഞങ്ങൾക്ക് വന്നത് ചൊല്ലുവാൻ കേണങ്ങൾ ഇങ്ങനെ പായുന്നിപ്പോൾ. അടുത്തെന്താ ആരോടെ പറയുന്നത്? ഏണങ്ങളോട് പറയാണ്, മാനുകളോടും എന്താണ് പറയുന്നത്? ബാണങ്ങൾ അല്ലയും ഞങ്ങൾ ചൊല്ലാം, ക്ഷീണങ്ങൾ ഞങ്ങൾക്ക് വന്നത് ചൊല്ലുവാൻ കേണങ്ങൾ ഇങ്ങനെ പായുന്നിപ്പോൾ. ഞങ്ങൾക്ക് വന്ന ഈ ക്ഷീണം, ഞങ്ങൾക്കിപ്പോ വന്ന ബുദ്ധിമുട്ട് നിങ്ങൾ പെട്ടെന്ന് എന്താ? മാനുകളുടെ പ്രത്യേകത എന്താ? അവര് ഇങ്ങനെ പെട്ടെന്ന് അല്ലെ വളരെ വേഗത്തില് നടക്കുന്ന ഓടുന്ന മൃഗാണ് മാനുകൾ. അപ്പൊ അവര് എപ്പോഴും ശത്രുക്കളെ വന്നാലും ഇപ്പൊ കാട്ടിലാവുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഈര് പിടിക്കാൻ വരെ അങ്ങനെ എന്തെങ്കിലും തോന്നി അവർ പെട്ടെന്ന്, അവർക്ക് മനസ്സിലായിട്ട് അവര് പെട്ടെന്ന് ഓടിപ്പോകും അല്ലെ? അപ്പൊ അതുപോലെ നിങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പെട്ടെന്ന് ഓടി പോകരുത്. കറണ്ട് പോയിക്കോ കേട്ടോ. വീഡിയോ ഓഫ് ചെയ്യണേ.
സോറി കേട്ടോ, കറണ്ട് പോയ കാരണമാണ്. കറണ്ട് വരുമ്പോൾ വീഡിയോ ഓണാക്കാം കേട്ടോ. നമ്മളപ്പോ എന്താ പറഞ്ഞു വന്നത്? ഏണങ്ങള് നന്ദസുതർ, അതായത് ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് നടക്കുന്നത് അല്ലേ? നന്ദസുതർ, അതായത് ശ്രീകൃഷ്ണൻ കാണാതെ ഗോപസ്ത്രീകള് അന്വേഷിച്ച് ആരുടെ അടുത്ത് എത്തി? ഏണങ്ങൾ, അതായത് മാനുകളുടെ അടുത്ത് എത്തി. അവരോടും ശ്രീകൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. നിങ്ങൾ ക്ഷീണം, അതായത് അവര് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഓടിപ്പോകും അല്ലെ? അപ്പൊ അവരുടെ ക്ഷീണം തീർക്കാനായിട്ട് അവരോടി ആരെങ്കിലും അത് ക്രൂര മൃഗങ്ങളും അല്ലെങ്കിൽ മനുഷ്യർ തന്നെ അവർ പിടിക്കാനൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് ഓടിപ്പോകും. അത് അവർക്ക് ഏണങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പീഡ് കൂടുതലാണ് അല്ലെ? അപ്പൊ അവരങ്ങനെ പോകാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് കുറച്ചു നേരം നിങ്ങൾ അവിടെ നിൽക്കണം എന്നാണ് ഏണങ്ങളോട് ഗോപസ്ത്രീകൾ പറയുന്നത്. കേകികളെ നിങ്ങൾ അടുത്ത് പിന്നെ കേകികളുടെ അടുത്ത് ചെല്ലാണ്. കേകികളെ നിങ്ങൾ ഞങ്ങൾ വന്നൊരു കേശവൻ തന്നെ ഇന്നുണ്ടോ കണ്ടോ പീലികൾ. കേകികൾ എന്ന് പറഞ്ഞാൽ എന്താ? മയിലുകളോട് പറയാണ്, ഞങ്ങൾ വന്നൊരു കേശവൻ തന്നെ ഇന്നുണ്ടോ കണ്ടോ പീലികൾ കോലുവോൻ ചാലക്കളിച്ചവൻ ബാലകന്മാരുമായി വന്നില്ലല്ലേ. അപ്പൊ എന്താണ്? മയിലുകളോടും ചോദിക്കാണ്, നിങ്ങളുടെ, അതായത് ശ്രീകൃഷ്ണൻ എപ്പോഴും മയിൽപീലി തലയിൽ വെക്കും അല്ലെ, ശിരസിൽ വെക്കും. അപ്പൊ അത് പറിക്കുവാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക്, മയിലുകളുടെ അടുത്തേക്ക് എന്തായാലും ശ്രീകൃഷ്ണൻ വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, എന്തായാലും നുണ പറയരുത്. നിങ്ങളുടെ അടുത്ത് ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്? ഗോപസ്ത്രീകള് മയിലുകളോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? ശ്രീകൃഷ്ണനെ കാണണം. ശ്രീകൃഷ്ണനെ കാണാതെ അവര് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ കാണുന്ന ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് അവരെന്താണ്? ഒരു ഉന്മാദ അവസ്ഥയിലാണ്. അപ്പൊ അവർക്ക് മൃഗങ്ങളൊന്നുമില്ല, പക്ഷികളൊന്നുമില്ല, മരങ്ങളൊന്നുമില്ല. കാണുന്ന എല്ലാത്തിനോടും അവരെന്താ പറയണത്? ഞങ്ങളുടെ ശ്രീകൃഷ്ണനെ എങ്ങനെയും കണ്ടെത്തി തരണം, ഞങ്ങളുടെ പ്രിയതമനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ ആ അവസ്ഥയാണ് അവരുടെ ഈ വാക്കുകളിലൂടെയല്ല പ്രകടമായി തീരുന്നത്. അത് തന്നെയാണ് ഓരോ വരികളിലൂടെയും ചെറുശ്ശേരി ഇവിടെ വ്യക്തമാക്കി തരുന്നത്. അത് അദ്ദേഹം നല്ല, നമുക്ക് അറിയാം, കൃഷ്ണഗാഥ എന്താ വഞ്ചിപ്പാട്ടിന്റെ രൂപത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റി കൂടുതൽ ആഴത്തിൽ നിങ്ങൾ പഠിക്കാണ്. നിങ്ങളിപ്പോ ഈ ഇതിൽ വരുമ്പോ ഇതിൽ എന്തൊക്കെ പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഈണത്തിലാണ് ഗാഥ വൃത്തം അറിയാലോ, ഗാഥാ സാഹിത്യത്തിലാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഈണത്തിലാണ് ചെറുശ്ശേരി ഇതിന്റെ പാട്ട് നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ രചിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ടായിട്ട് പഠിക്കാൻ അങ്ങനെയൊന്നും വരാറില്ല. ഇതിൽ 1 വേർഡ് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ വരുന്നത് 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ വരാറുള്ളൂ. കൂടുതൽ 1 വേർഡ് വരും. നമുക്കിപ്പോൾ സിലബസ് മാറിയതിന് ശേഷം ആയതുകൊണ്ട് കൂടുതൽ 1 വേർഡാണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് അർത്ഥം, പര്യായപദം, വിപരീതം, പിന്നെ അതുപോലെ പിരിച്ചെഴുതുക, പിന്നെ ഒരു ചെറിയ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ വാക്ക് തന്നിട്ട് അത് വെച്ചിട്ട് വലിയ വാക്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പിന്നെ ആശയം വിശദമാക്കുക, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരികയുള്ളൂ. അപ്പൊ എന്താണ്? ഗോകുല നായകൻ പോകുന്നതെങ്ങും കോകങ്ങളെ നിങ്ങൾ കണ്ടില്ലല്ലോ. പിന്നെ അടുത്തെന്താ? ആരോടെ ചോദിക്കുന്നത്? കോകങ്ങളോട് ചോദിക്കുകയാണ്. ഗോകുലനാഥനായ ശ്രീകൃഷ്ണൻ ഇതുവഴി എങ്ങാനും പോകുന്നത്, അല്ലെങ്കിൽ ഗോകുലങ്ങളെ നിങ്ങൾ എങ്ങാനും കണ്ടിരുന്നു. അപ്പൊ എന്താ? എല്ലാ ജീവജാലങ്ങളോടും ശ്രീകൃഷ്ണനെ അന്വേഷിക്കുകയാണ് ഇവിടെ ഗോപസ്ത്രീകള് ചെയ്യുന്നത്. ഖേദിച്ചു പോയുടൻ നീളെ നടന്നങ്ങൾ ചോദിച്ചതെങ്ങുമേ കണ്ടുതില്ല. അങ്ങനെ എന്താ? അവര് ഖേദം എന്ന വാക്കിനർത്ഥം എന്താ? ദുഃഖിച്ചു. ദുഃഖിക്കാൻ കാരണം എന്താ? ഈ വരുന്ന ഇത്രയും സമയം എന്താ പോകുന്ന വഴികളിലൂടെ എല്ലാം വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും ഓരോരുത്തരോടായിട്ട്, പക്ഷികളോടും ഓരോരുത്തരായിട്ട് ആരെ അന്വേഷിക്കുകയാണ്? ശ്രീകൃഷ്ണനെ അന്വേഷിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും തങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവര് ഗോപസ്ത്രീകൾ ഖേദിച്ചു. അങ്ങനെ പോയുടെ നിളയെ നടന്നങ്ങൾ ചോദിച്ചതെങ്ങുമേ കണ്ടുതില്ല. അവരന്വേഷിച്ചതൊന്നും ഇവിടെ നിന്നും കണ്ടെത്താനായിട്ട് ഗോപസ്ത്രീകൾക്ക്
കഴിഞ്ഞില്ല. കൈതേ പിന്നെ അടുത്തത് കൈത ചെടിയുടെ അടുത്തേക്കാണ് അടുത്തതായിട്ട് ചെല്ലുന്നത്. അപ്പൊ എന്താ പറയണത്? കൈതേ നിന്നോട് മെല്ലെ ചൊല്ലുന്നു ചോദിച്ചാൽ കൈതവം കൈവിട്ട് ചൊല്ലണം. കൈതവം എന്ന് പറഞ്ഞാൽ എന്താ? കള്ളത്തരം. അടുത്തത് കൈത ചെടിയോട് ചോദിക്കുകയാണ്, ഇനി അവസാനം ഞാൻ നിങ്ങളുടെ അടുത്താണ് വരുന്നത്. നിങ്ങൾ കൈതവം കൂടാതെ, കളങ്കം കൂടാതെ നിങ്ങൾ എന്താണ് കൈവിട്ട് കള്ളത്തരം ഒന്നില്ലാതെ നിങ്ങൾ സത്യം തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്നുള്ള ഓമന കാന്തനെ ഇങ്ങു വരുന്നത് കണ്ടില്ലേ? ഞങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ ഓമന കാന്തനെ നിങ്ങളെങ്ങാനും ഈ വഴിക്ക് കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ സത്യസന്ധമായി ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാം. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഞങ്ങളുടെ പ്രിയതമനായ ശ്രീകൃഷ്ണനെ കണ്ടിരുന്നോ എന്നാണ് കൈതയോട് ആര് ചോദിക്കുന്നത്? ഗോപസ്ത്രീകളെ ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ വന്നുള്ളൂ കാർമുകിൽ പോലെയാവൻ. പിന്നെ ഇനി എന്താ അടുത്ത വരികളിലൊക്കെ പറയുന്നത് ശ്രീകൃഷ്ണന്റെ വർണ്ണനയാണ്. അതായത് ശ്രീകൃഷ്ണന്റെ രൂപത്തെ കുറിച്ചാണ് അടുത്ത വരികളിലൊക്കെ പറയണത്. ശ്രീകൃഷ്ണൻ എങ്ങനെയാണ്, ശ്രീകൃഷ്ണന്റെ നിറം നമ്മൾ എങ്ങനെയാ പറയുന്നത്? കാർമുകിൽ പോലെ അല്ലെ? കറുത്ത നിറത്തിലാണ്, കാർമുകിലിന്റെ വർണ്ണത്തിലാണ് ശ്രീകൃഷ്ണനെ നമ്മൾ പറയുന്നത്. അപ്പൊ കാർമുകിൽ പോലെ അവനു നിറം തന്നെ കാർക്കുഴലൊട്ടൊക്കു കെട്ടിച്ചമേ. അപ്പൊ എന്താ? കാർമുകിൽ പോലെയാണ് അവന്റെ നിറം. അതുപോലെ അവന് കാർക്കുഴൽ എന്താ? മനോഹരമായ കറുത്ത നല്ല തലമുടിയുണ്ട്. അത് കെട്ടി മുകളിൽ മനോഹരമായ രീതിയിൽ ഭംഗിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടാവുക? മുടിയിൽ എന്താ വെച്ചിട്ടുണ്ടാവുക? മയിൽപ്പീലി അല്ലെ? ശിരസില് മുടി കെട്ടി വെച്ച് അതിൻ്റെ ഉള്ളില് മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. കയ്യിൽ പിന്നെന്താ? കയ്യില് കുഴലുണ്ട്, ഓടക്കുഴലുണ്ടാവും അല്ലെ? ശ്രീകൃഷ്ണന്റെ കയ്യിൽ ശ്രീകൃഷ്ണന്റെ രൂപം നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ എപ്പോഴും എന്താണ്? കയ്യില് ഓടക്കുഴലുണ്ടാവും. പിന്നെന്താ? കാലില് ചിലമ്പുണ്ട്. അതുപോലെ എന്താ? മെയ്യിൽ ആൺപുറ്റ പുൺപുമുണ്ട്. മെയ്യിലെന്താ? ആൺപുറ്റ എന്ന് പറഞ്ഞാൽ വളരെയധികം മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ അല്ലെ? സ്വർണം കൊണ്ടുള്ളതും അല്ലാതെയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാവും ശരീരത്തില്. പിന്നെ മഞ്ഞൾ നിറം തോഞ്ഞ കൂറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വസ്ത്രം. കൂറ എന്നാൽ എന്താണ്? വസ്ത്രം. അത് നോട്ട് ചെയ്യട്ടാ. കൂറ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വസ്ത്രം എന്നാണ്. മഞ്ഞ നിറം, ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ശ്രീകൃഷ്ണൻ ധരിക്കുന്നത്? മഞ്ഞ നിറം. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ മഞ്ജുളമായ മൊഴിയുണ്ട്. വാക്കുകൾ എങ്ങനെയായിരിക്കും? ശ്രീകൃഷ്ണന്റെ വാക്കുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? മഞ്ജുളമായിരിക്കും, മനോഹരമായിരിക്കും, സത്യസന്ധമായിരിക്കും, മനോഹരമായിരിക്കും ശ്രീകൃഷ്ണന്റെ വാക്കുകൾ എന്നാണ് പറയുന്നത്. നെറ്റിമേൽ താണ കുരുൾ നിരയുണ്ട്. നെറ്റിയിൽ എന്താണ്? നെറ്റിയുടെ അരികിലായിട്ട് കുറുനിര എന്ന് പറഞ്ഞാൽ ചെറിയ മുടികൾ അല്ലെ? ചുറ്റും ശിരസിൽ നിന്ന് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റിയുടെ അരികിലായിട്ട് ചെറിയ എന്തുണ്ടാവും? കുറുനിരകൾ ഉണ്ട്. അപ്പൊ എന്താണ്? മനോഹരമായ മൊഴിയുണ്ട്. അതുപോലെ നെറ്റിമേൽ താണ ചെറിയ കുറുനിരകളും ഉണ്ട്. പിന്നെന്തൊക്കെയാണ് ശ്രീകൃഷ്ണന്റെ വർണ്ണനയായിട്ട് പറയുന്നത്? നേരില്ല യാതൊരു കാന്തിയുണ്ട് കുങ്കുമം കൊണ്ട്. പിന്നെന്താണ്? നെറ്റിയില് അരികിലായിട്ട് ചെറിയ കുറുനിരകളുണ്ട്. അതുപോലെ എങ്ങനെയുള്ള പൊട്ട് തൊട്ടിരിക്കുന്ന കുങ്കുമം, നെറ്റിയിൽ കുങ്കുമം തൊട്ടിട്ടുണ്ട്. നേരില്ല യാതൊരു കാന്തിയുണ്ട്. മനോഹരമായ മുഖത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു കാന്തി എന്ന് പറഞ്ഞാൽ ശോഭ, തേജസ്. കാന്തി എന്ന വാക്കിന്റെ അർത്ഥം നല്ലൊരു ശോഭ, തേജസ് ഒക്കെ ഉണ്ട് ആരുടെ മുഖത്ത് നോക്കിയാൽ? ശ്രീകൃഷ്ണന്റെ മുഖത്ത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ വർണ്ണന, ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ശ്രീകൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ടാണ് ഗോപസ്ത്രീകൾ നടക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ രൂപം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരികളിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നെറ്റിയിൽ കുങ്കുമം തൊട്ടിട്ടുണ്ട്. കങ്കണമുണ്ട് കരങ്ങളിൽ. കരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൈ. കരം എന്ന ആ വാക്കിനർത്ഥം കൈ. കൈകളിൽ എന്തുണ്ട്? കങ്കണം. കങ്കണം എന്ന് പറഞ്ഞാൽ എന്താ? വള. കൈകളിലെല്ലാം വളയുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾ നെഞ്ചകം തന്നെ പിളർക്കുന്ന പുഞ്ചിരി ഉണ്ടുടൻ കൂടെ. അതായത് സ്ത്രീകളുടെ മനസ്സിനെ മയക്കുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പുഞ്ചിരി ശ്രീകൃഷ്ണന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഉള്ളിലിണങ്ങിനെ എന്നങ്ങു നോക്കുന്ന കള്ള നോക്കുണ്ട് ഉണ്ടയോ മെല്ലെ മെല്ലെ കണ്ടുതില്ലെങ്കിലും കണ്ടുതില്ലെന്നതു മിണ്ടല്ല ഞങ്ങളോട് ഇങ്ങനെ നീ. ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണന്റെ രൂപമൊക്കെ വർണ്ണിക്കുകയാണ്. അതിനുശേഷം എന്താണ് പറയുന്നത്? ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടുതില്ലെന്ന്
ശരിക്കും നിങ്ങൾ ഈ ശ്രീകൃഷ്ണനെ ഇതുവഴി ഒന്നും നിങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഞങ്ങൾക്ക് ഗോപസ്ത്രീകളായ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം എന്താണെന്ന് വിവരിക്കാൻ ഞങ്ങൾക്ക് പോലും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയരുത് എന്നാണ് ഗോപസ്ത്രീകൾ പറയുന്നത്. ഇണ്ടൽ എന്ന വാക്കിനർത്ഥം എന്താ? ദുഃഖം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇണ്ടൽ എന്ന വാക്കിനർത്ഥം ദുഃഖമാണ്. ഇണ്ടൽ പൂണ്ടെങ്ങൾക്കു നെഞ്ചിൽ വരുന്നല്ലാൽ കണ്ടാൽ നിനക്ക് പൊറുക്കരുതോ. അപ്പോൾ എന്താണ്? കൃഷ്ണനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അതുമൂലം ഉണ്ടാകുന്ന ദുഃഖം, ഇണ്ടൽ ദുഃഖം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അത്രത്തോളമാണ് കൃഷ്ണനെ കാണാതെയുള്ള ദുഃഖം ഞങ്ങൾക്ക് എന്നാണ് ഈ വാക്കുകളിലൂടെ കവി വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചെറിയ പ്രിയനെ തേടി എന്ന് പറയുന്ന ഈ കവിതാ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനകത്തുള്ള ചെറിയ വാക്കുകളുടെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇത് നോക്കി നമുക്ക് കുറെ സമയം പോകും. അതുപോലെ തന്നെ കണ്ട വൺ വേർഡുകൾ 1-2 വാക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ചോദിച്ച് നീളെ നടന്ന ആരാണ്? അത് നമുക്കറിയാലോ. ഇതിൽ കൃഷ്ണനെ ചോദിച്ച് നടന്ന ആരാണ്? ഗോപസ്ത്രീകള്. പിന്നെ അതുപോലെ ഗോപസ്ത്രീകൾ കണ്ണുനീര് കുളിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? കണ്ണനെ കൃഷ്ണനെ കാണാത്തതുകൊണ്ട്. കുന്തം കുമ്പിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് കവി പറയുന്നത്? ഗോപസ്ത്രീകൾ പറയുന്നത് നന്ദസുതൻ ശ്രീകൃഷ്ണൻ നിന്ദിച്ചുകൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ 6ാമത്തെ ചോദ്യമുണ്ട്. ഗോപസ്ത്രീകൾ ആരോടെല്ലാമായാണ് ശ്രീകൃഷ്ണനെ കുറിച്ച് തിരക്കിയത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആരോടൊക്കെയാണ്? വൃക്ഷങ്ങള്, വള്ളികള്, മരങ്ങള്, കോകങ്ങള്, കേകികള്, പിന്നെന്താ കൈത, അത്തി, കുരുക്കുത്തിമുല്ല, പിച്ചി ഇവയൊക്കെയാണ് ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ തിരക്കിയത്. അതുപോലെ തന്നെ 7ാമത്തെ ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. ഗോപികമാർ അത്തിയോട് പറഞ്ഞ സങ്കടം. എന്ത് സങ്കടമാണ് ഗോപികമാർ അത്തിച്ചെടിയോട് പറഞ്ഞെന്താണ്? ശ്രീകൃഷ്ണൻ തങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് എന്താണ്? ഗോപസ്ത്രീകൾക്ക് വലിയ വിരഹാഗ്നി അനുഭവപ്പെട്ടു. ആ തീയിൽ അസ്ഥി പോലും കത്തിയെരിഞ്ഞ് ശരീരം മുഴുവൻ അഗ്നിയായി മാറിയിരിക്കുന്നു. ഈ വസ്തുതയാണ് എന്താണ്? ഗോപസ്ത്രീകൾ ആരോട് പറഞ്ഞ? അത്തിമരത്തിനോട് പറഞ്ഞത്. 2 ചോദ്യം നമുക്ക് ഇടയ്ക്ക് വരാറുള്ള ചോദ്യമാണ്. അതാണ് അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ചോദ്യങ്ങളൊക്കെ ഇതിൽ ആൻസറും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ വായിച്ച് വെറുതെ സമയം കളയേണ്ട, നിങ്ങളതൊന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് ആ വരിയിലൂടെ അർത്ഥത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയണത്. 8ാമത്തെ ചോദ്യം ഒന്ന് മാർക്ക് ചെയ്തോട്ടാ. കുയിലിനെ കണ്ട ഗോപസ്ത്രീകൾ അവ കൃഷ്ണനെ കണ്ടു കാണും എന്ന് ഊഹിക്കാൻ കാരണം എന്താണ്? കുയിലിനെ കണ്ട ഗോപസ്ത്രീകള് എന്തുകൊണ്ടാണ് കൃഷ്ണനെ കണ്ട് എന്ന് ഊഹിക്കാൻ കാരണം? കുയിലിന്റെ പാട്ട് കേട്ടാല് അത് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ അല്ലെ? കുയിലും പാട്ട് ഓടക്കുഴൽ എന്നുള്ള ഗീതം പോലെ മനോഹരമായിട്ടായിരിക്കും കുയിലുകൾ പാടുക അല്ലെ? അതുകൊണ്ട് അവരെ പാട്ട് കേട്ട ശ്രീകൃഷ്ണൻ അതിലൂടെ പോയിട്ടാണ്, ശ്രീകൃഷ്ണന്റെ പാട്ട് കേട്ടാണ് അവർ പഠിച്ചത് എന്ന രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ 17ാമത്തെ ചോദ്യം. അത്തിയെ കേളങ്ങൾ ചിത്തം മയക്കുന്നോരത്തീരെ ഞങ്ങളെ കൈവിടിഞ്ഞാൻ അത്തിയെ സന്തതം കത്തിയെഴുന്നിട്ടങ്ങത്തിയെ ആയതു മേനിയെല്ലാം. ഗോപസ്ത്രീകളുടെ വിരഹദുഃഖത്തെ കുറിച്ച് മേൽ സൂചിപ്പിച്ച വരികളിലൂടെ ചെറുശ്ശേരി നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതും ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇത്രയും ചോദ്യങ്ങൾ ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ബാക്കി ഉള്ള ചോദ്യങ്ങളും പഠിക്കണം. എന്നാലും കൂടുതൽ വരാനുള്ളത് വേറെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് അടുത്തത്. 18ാമത്തെ ചെറുശ്ശേരിയുടെ പ്രിയനത്തെ. അത് എല്ലാ കവിതകൾക്കും ഉണ്ടാവും കേട്ടോ, ആസ്വാദനം തയ്യാറാക്കുന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഏത് കവിതയിലും എടുത്താൽ ലാസ്റ്റത്തെ ചോദ്യം ആസ്വാദനം തയ്യാറാക്കുക. ആസ്വാദനം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പരാവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഈ വരികളിലൂടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നല്ലോ, ആ വരികളിലൂടെ എന്തൊക്കെയാണ് ആശയം നമുക്ക് ഉൾക്കൊള്ളുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ തന്നെ അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് അത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ, മലയാള ഭാഷയാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ എഴുതുന്നത് വൃത്തിയായിട്ട് അക്ഷരത്തെറ്റ് കൂടാതെ പരമാവധി എഴുതാൻ ശ്രമിക്കുക എന്നുള്ളൂ. അല്ലാതെ ഇതുപോലുള്ള ഇതിലിപ്പോ അങ്ങനെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇല്ല. എന്നിരുന്നാലും കൂടി അതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെ എഴുതുക. പക്ഷെ കാണാപ്പാഠം പഠിക്കുന്ന ഒരിക്കലും പറയില്ല, മലയാളം ആയതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. വൃത്തിയായിട്ടും കൂടുതലും അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. എന്തായാലും മാർക്ക് കിട്ടും. കൂടുതൽ ഞാൻ പറഞ്ഞില്ല, 1 വേർഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പ്രിയനെ തേടി എന്ന് പറഞ്ഞ ഈ പാഠത്തില്. നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ള പാഠം വരുന്നത് കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറഞ്ഞ
അതും ഒരു കവിതയാണ്. കുഞ്ഞുണ്ണി കവിതകൾ. നിങ്ങളുടെ ഗൈഡ് ആണെങ്കിൽ പേജ് നമ്പർ ഞാൻ പറയാം. പേജ് നമ്പർ 24 കേട്ടാ. ഗൈഡ് ഉണ്ടെങ്കിൽ എല്ലാവരും പേജ് നമ്പർ 24 എടുത്തോ. കുഞ്ഞുണ്ണി കവിതകൾ. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അറിയാലോ. ബാലകവി അല്ലെ, ബാലസാഹിത്യത്തില് പ്രശസ്തനായിട്ടുള്ള കവിയാണ് ആര്? കുഞ്ഞുണ്ണി മാഷ്. അതായത് ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യം അല്ലെ. അങ്ങനെയുള്ള ബാലസാഹിത്യം എഴുതിയതില് വളരെ ബാലസാഹിത്യത്തിന്റെ എഴുതുന്ന കവികളിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് അല്ലെ. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള വരി എന്താ? വായിച്ചാൽ വളരും അല്ലെ, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ എന്താ? വളരും, വായിച്ചില്ലെങ്കിൽ എന്താ? വളയും അല്ലെ. അങ്ങനെയുള്ള നമുക്ക് കേൾക്കാവുന്ന. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കഥ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേര്, ആത്മകഥയുടെ പേര് എന്നിലൂടെ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം കഥ. സ്വന്തം കഥ തന്നെ അദ്ദേഹം ഒരു കവി എഴുതുന്നതിനെ ആണ്, ഒരാൾ കവിയല്ല, നോവലിസ്റ്റ് ആരായാലും അവർ സ്വന്തം കഥ തന്നെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആത്മകഥ. അതുപോലെ ജീവചരിത്രം എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ കഥ. അതായത് ഇപ്പൊ എൻ്റെ കഥയാണ് മറ്റൊരാൾ എഴുതുന്നതെങ്കിൽ വേറെ ആൾ എഴുതുമ്പോൾ അതെന്തായി? ജീവചരിത്രമായിട്ട് വരും. സ്വയം നമ്മൾ തന്നെ നമ്മുടെ കഥ എഴുതുമ്പോൾ അത് ആത്മകഥയാവും. ജീവചരിത്രം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാള് വേറെ ആളുടെ കഥ അവരുടേതായ കാഴ്ചപ്പാടിൽ കണ്ടിട്ട് അവരുടേതായ രീതിയിൽ എഴുതുമ്പോൾ അത് എന്താ? ജീവചരിത്രമായിട്ട് മാറും. ഇതാണ് ആത്മകഥയും ജീവചരിത്രവും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ കുഞ്ഞുണ്ണി മാഷിന്റെ മുഴുവൻ പേര് കുഞ്ഞുണ്ണി മാഷിന്റെ എന്നാണ് നമ്മൾ പറയെങ്കിലും അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നാണ്. അതൊന്ന് അതങ്ങനെ വരാറില്ല. നിങ്ങൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കുഞ്ഞുണ്ണി മാഷെന്ന് ചുരുക്കി പറയുന്നുള്ളൂ. നോക്കാം നമുക്ക്. ചെറിയൊരു കവിതയാണ് കേട്ടോ ഇത്. മാനത്തു മിന്നണത് എന്താണ്ടോ അത് മാക്കാച്ചി തവളയുടെ കണ്ണാണ്ടോ. അതായത് നമ്മുടെ ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒരു നാടൻ പാട്ടിന്റെ രൂപത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? വാമൊഴി അല്ലെ. വാമൊഴിയിലൂടെയാണ് വാമൊഴി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുക. അതാണ് വാമൊഴി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും അവരൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മുന്നുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ ഗ്രന്ഥങ്ങളും ബുക്കുകളും വലിയ ബുക്കുകളൊന്നും വായിച്ചിട്ടോ ഒന്നല്ല ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിവ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അവരെങ്ങനെയാണ് മറ്റൊരാളിൽ നിന്ന് വേറൊരാളിലേക്ക് തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ്. അങ്ങനെയാണ് ചെയ്തത്. അവര് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ആയിരുന്നിരിക്കുക. അപ്പൊ അവരെങ്ങനെയാണ് അവർക്ക് ഇതുപോലെയുള്ള അറിവുകളൊക്കെ കിട്ടിയിരുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വാമൊഴിയായി. വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകളിലൂടെ പറഞ്ഞ് പോവാം. അങ്ങനെ വാമൊഴിയായി സൃഷ്ടിച്ച് വന്നതാണ് എന്ത്? നമ്മുടെ ഈ നാടൻ പാട്ടുകൾ. അങ്ങനെ വാമൊഴിയായിട്ട് ഉള്ള കാര്യങ്ങള് നാടൻപാട്ട് പോലെ അതിനെയാണ് നമ്മൾ നാടൻപാട്ട് പറഞ്ഞത്. അങ്ങനെ നാടൻ സാഹിത്യത്തെക്കുറിച്ചും നാടൻ പാട്ടുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ചെറിയ കവിതയിൽ പറയണത്. മാനത്ത് മിന്നണത് എന്താണ്ടോ അത് മാക്കാച്ചി തവളയുടെ കണ്ണാണ്ടോ. അപ്പൊ മാനത്ത് എന്തൊക്കെ ഉണ്ടാവും? മാനത്ത് നക്ഷത്രങ്ങൾ. മാനം എന്ന് പറഞ്ഞാൽ എന്താ? മാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആകാശം അല്ലെ. ആകാശത്ത് എന്തൊക്കെ ഉണ്ടാവും? നക്ഷത്രങ്ങൾ ഉണ്ടാവും, സൂര്യൻ ഉണ്ടാവും അല്ലെ. അങ്ങനെ പകലാവുമ്പോൾ നമ്മള് സൂര്യന്റെ പ്രകാശത്തും കൊണ്ട് ബാക്കിയൊന്നും കാണാൻ സാധിക്കില്ല അല്ലെ. ഈ ഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും ആകാശത്തിന്റെ. പക്ഷെ നമുക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് പകൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ. സൂര്യൻ അസ്തമിക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ കാണുന്നു എന്ന് മാത്രം. അപ്പൊ മാനത്ത് മിന്നണത് എന്താണ്ടോ അത് മാക്കാച്ചി തവളയുടെ കണ്ണാണ്ടോ. അപ്പൊ മാനത്ത് കാണുന്ന ചന്ദ്രനെ ആണ് ഇവിടെ മാക്കാച്ചി തവളയുടെ കണ്ണായിട്ട് ഇവിടെ കവി ഉപമിക്കുന്നത്. അതുപോലെ നീറ്റിൽ കിടക്കണത് എന്താണ്ടോ അത് മാനത്തെ മാണിക്യ മുത്താണ്. നീറ്റിൽ കിടക്കുന്നത്. അപ്പൊ ഇത് രാത്രി ആവുമ്പോൾ നമ്മള് പുഴയിലൊക്കെ മുകളിലെ ചന്ദ്രന്റെ ബിംബം പുഴയിൽ കാണുകയാണെങ്കിൽ നമ്മൾക്ക് അത് പ്രതിഫലിച്ച് കാണാം അല്ലെ. അപ്പൊ അതിനെയാണ് ഇവിടെ പറയുന്നത് മാനത്തെ മാണിക്യ മുത്താണോ എന്ന്. അതുപോലെ പെണ്ണെന്ന് പറയണത് എന്താണ്ടോ അത് പൊന്നിന്റെ മറ്റൊരു രൂപം. പെണ്ണെന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? പെണ്ണെന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്നത് പൊന്നിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ അതിലൂടെ കവി എന്താണ് അർത്ഥാക്കുന്നത്? പെണ്ണെന്ന് പറയുന്നത് സ്ത്രീയുടെ മറ്റൊരു രൂപമാണെന്ന് പറയുമ്പോൾ അതെന്താ? പെണ്ണിനും പൊന്നിനും
പൊന്ന് എന്ന് പറഞ്ഞാൽ സ്വർണം. സ്വർണത്തിനും സ്ത്രീക്കും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അത് തമ്മിലുള്ള ബന്ധം. അതായത് എന്താ, സ്ത്രീകൾക്ക് എപ്പോഴും സ്വർണത്തിനോട് ഭ്രമം ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കാണ് എന്ത് പറയുന്നത്, കവി പറഞ്ഞത് പെണ്ണെന്ന് പറയുന്നത് എന്താണ്ടോ അത് പൊന്നിന്റെ, സ്വർണത്തിന്റെ മറ്റൊരു പേരാണ് തന്നെയാണ് പെണ്ണ് എന്ന് പറയാൻ കാരണം. എന്താണ്, സ്ത്രീകൾക്ക് പൊതുവെ സ്വർണത്തിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് കവി ഇവിടെ അത് വ്യക്തമാക്കുന്നത്. പിന്നെന്താ, പൊന്നെന്ന് പറയുന്നത് എന്താണ്ടോ അത് മണ്ണിന്റെ, പിന്നെ അതുപോലെ പൊന്ന് എന്ന് പറയുന്നത്, സ്വർണ്ണം എന്ന് പറയുന്നത് എന്താണോ അത് മണ്ണിന്റെ കട്ടച്ച ചോരയാണ്. അതെന്താ അങ്ങനെ പറയണത്, പെണ്ണ് എന്ന് പറയുന്നത് മണ്ണിന്റെ കട്ടച്ച ചോരയാണെന്ന്? അതായത് സോറി, പൊന്ന് എന്ന് പറയുന്നത് മണ്ണിന്റെ അതായത് പൊന്നിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊന്നും ഇവിടെ സ്വർണത്തിനും സ്ത്രീക്കും തമ്മിലുള്ള അഭേദമായ ബന്ധം, പോലെ ബന്ധം പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് പല യുദ്ധം എന്ന് പറയാൻ പറ്റൂല, പലതരത്തിലുള്ള തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, സ്വർണത്തിന്റെ പേരിലായാലും സ്ത്രീകൾക്ക് പേരിട്ടായിട്ടും തർക്കങ്ങളും വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴായാലും, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഈ കവിത വായിക്കുമ്പോൾ സമകാലിക ജീവിതത്തിൽ, അതായത് സമകാലികം എന്ന വാക്കിന്റെ അർത്ഥം എന്താ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കിക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ കാലത്തും നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ പെണ്ണിന്റെ പേരിലായാലും അതുപോലെ തന്നെ സ്വർണത്തിന്റെ പേരിലായാലും മുന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെയും ഒക്കെയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് പറയുന്നത്, പൊന്ന് എന്ന് പറയുന്നത് മണ്ണിന്റെ കട്ടച്ച ചോരയാണ്. അപ്പൊ എന്താ, പൊന്നിന്റെയും അതുപോലെ തന്നെ സ്ത്രീയുടെയും പേരിൽ അക്രമങ്ങൾ ഉണ്ടായി, അങ്ങനെ ചോര വീണ്, അതാണ് അതിന് അക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ അത് രക്തച്ചൊരിച്ചിലിന് കാരണമാകും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം ഇവിടെ കവി വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ എന്താ, താനെന്ന് പറയുന്നത് ആരാണ്ടോ അത് തന്നെ അറിയാത്ത ഒരാളുണ്ട്. ഇവിടെ താൻ എന്ന് പറയുന്നത്, ഇങ്ങനെ എല്ലാം പറയുന്ന താൻ, ഈ പറയുന്ന ആരാണ്, അപ്പൊ പറയുന്ന ആരാണെന്ന് വ്യക്തമാക്കുന്നത്. ഈ താനെന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന താൻ ആരാണെന്നാണ്, താനിത് പറയുവാൻ ആരാണ്ടോ ഇത് താനാരോ പാടുന്ന ആരാണ്. അപ്പൊ എന്താണ്, താൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഈ പറയുന്ന താൻ ആരാണ്, ഞാൻ ആരുമല്ല, ഇത് താനാരോ പാടുന്നത് ഒരാളാണെന്ന്. അതായത് മറ്റുള്ളവരിൽ നിന്ന് അത് ഇങ്ങനെ കവി ഇങ്ങനെ പറയുന്നെങ്കിൽ, ഇതിലൂടെ ഈ വാക്കുകളിലൂടെ ഇത് പറയുന്നെങ്കിലും ഇത് ഞാനൊന്നല്ല പറയുന്നത്, ഇങ്ങനെ വാമൊഴിയായിട്ടാണ് പറഞ്ഞു വന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കവിയുടെ പരോക്ഷമായിട്ട് പറയാം, അതായത് നേരിട്ട് പറയാതെ കവി പരോക്ഷമായിട്ട് തന്റെ കാര്യങ്ങൾ ഇതിലൂടെ പറയുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയാൻ താനാരാണ്, ഞാൻ ഇത് താനാരോ പാടിക്കൊണ്ടിരിക്കുന്നത്. താനാരോ പാടുന്നത് വാമൊഴിയായിട്ട് ഇത് നാടൻപാട്ടിന്റെയൊക്കെ ഒരു ശൈലിയാണ് ഇവിടെ പറയുന്നത്. നാടൻപാട്ടിലാണ് ഈ താനാരോ അങ്ങനെയുള്ള പദപ്രയോഗമൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഇതാണ് എന്ന് വ്യക്തമാക്കി അത് പരോക്ഷമായി തന്നെ പറയുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത ഇതിൽ വരുന്നത്, നമുക്ക് ശ്ലോകത്തിൽ വരുന്നത്, ഉണ്ണായി വാരർ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള നളചരിതം ആട്ടക്കഥ എഴുതിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള കവിയാണ് ആര്, ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പറ്റിയൊക്കെ അടുത്ത ഇതിൽ പറയണത് അദ്ദേഹത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഉണ്ണായി വാര്യർ ഉണ്ടായതേതോ വാര്യത്ത്. ഉണ്ണായി വാര്യർ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം ജനിച്ചത് എന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ജനിച്ചത് ഏതെങ്കിലും ഒരു വാര്യത്തോ, ചിലപ്പോൾ അകത്തൂട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാര്യം ഇല്ലമായിരുന്നു അകത്തൂട്ട്. അപ്പൊ അങ്ങനെ ഉണ്ണായി വാര്യർ ജനിച്ചത് അകത്തൂട്ട് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ വാര്യത്തോ, അതുമല്ലെങ്കിൽ മറ്റേതോ ഇല്ലത്തോ ആയിരിക്കാം. ഏതൊരു വാര്യത്തായാലും, ഏതൊരു ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ആ വിദ്വാൻ വാരിയകത്തൂട്ടിയേറെ, ആ വിദ്വാൻ, ആ പ്രസിദ്ധനായ ആ കവി വളരെയധികം വാരിയകത്തൂട്ടി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ വാരി വലിച്ച് ഭക്ഷണം കഴിച്ചു എന്നല്ല. അദ്ദേഹം ഏത് ഇല്ലത്താണ് ജനിച്ചെങ്കിലും അദ്ദേഹം ജനിച്ച ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം വളരെയധികം അറിവ് നേടുകയുണ്ടായി. അതാണ് ഈ വാരി അകത്തൂട്ടി എന്ന വാക്കിലൂടെ അർത്ഥമാക്കുക. വളരെയധികം അറിവ് അദ്ദേഹം വായിച്ചും കേട്ടറിഞ്ഞും അങ്ങനെയൊക്കെ അദ്ദേഹം വാര്യർ വളരെയധികം അറിവ്, അത്രയും അറിവുള്ള ഒരു വിദ്വാനായിരുന്നു നമ്മുടെ ഉണ്ണായി വാര്യർ എന്ന് പറഞ്ഞ കവി എന്നാണ് ഈ വാക്കുകളിലൂടെ അർത്ഥമാക്കുന്നത്. എന്നിട്ടതായി ആട്ടി
ഇരുന്നിതൊട്ടേറെ എന്നിട്ടതാടി നടന്ന്. അപ്പൊ എന്താ, അതിന് ശേഷം എന്നിട്ടതാട്ടി ഇരുന്നിതൊട്ടേറെ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് ആട്ടി ഇരുന്ന് ഒട്ടേറെ എന്നാ പറയണ. ആ വരി ഒന്ന് ശ്രദ്ധിച്ചേ. എന്നിട്ട് അത് ആട്ടി ഇരുന്നി ഇതൊട്ടേറെ. അതിനുശേഷം, അതായത് അദ്ദേഹം ജനിച്ചത് ഏത് ഇല്ലത്തായിക്കോട്ടെ, അദ്ദേഹം വളരെയധികം അറിവുകൾ നേടിയിട്ടുള്ള വ്യക്തിയായി. ആ അറിവുകൾ, അപ്പൊ അങ്ങനെയെല്ലാം നേടിയെടുത്ത ആ അറിവ് അദ്ദേഹം എന്ത് ചെയ്ത് ആട്ടി ഒതുക്കി. ആട്ടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് എന്താ വെളിച്ചെണ്ണ ഉണ്ടാക്കും, കൊപ്ര ആട്ടെന്ന് പറയില്ല. കൊപ്ര ആട്ട എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് കുറച്ച് ഇത്തിരി നമുക്ക് ചക്കിലിട്ട്, പണ്ടൊക്കെ ചക്കിലിട്ടാണ് ആട്ടുന്നത് അല്ലെ. ഇപ്പൊ പിന്നെ മെഷീൻ ഒക്കെ വന്നു. എന്നാലും ശരി, അത് ആട്ടിയെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്ക് അല്ലെ. അതുപോലെ അപ്പൊ അത് ആ വെളിച്ചെണ്ണ ആവുക എന്നുള്ള ആ പ്രക്രിയ നടക്കണമെങ്കിൽ അതിന് കുറച്ച് സമയം വേണം. അതുപോലെ തന്നെ അത് വെളിച്ചെണ്ണ സൃഷ്ടിക്കുക അത് മാത്രമല്ല, നമ്മൾ എന്ത് ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്ന് നോക്കിയാലും അത് ആ പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ശ്രമം വേണം അല്ലെ. നമ്മൾ എന്തോ ഒരു പാചകം ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ എന്തെങ്കിലും തുന്നൽ ചെയ്യണ ഒരു ആളാണെങ്കിൽ അത് തുന്നിയെടുക്കുകയാണെങ്കിലും അതിനൊരു പ്രയത്നം വേണം. അതായത് അത് അവസാനം അത് ഒരു ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ അത് ചുരിദാറിന്റെ രൂപത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കുറച്ച് ശ്രമം വേണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ അറിവുകളൊക്കെ നേടിയെടുത്ത് അതൊക്കെ അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു. വെറുതെ അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി പോരല്ല. നമ്മളത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലിരുത്തി ഒന്നുകൂടി അത് പോളിഷ് ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നിട്ടതാട്ടി ഇരുന്നിട്ട്. അതൊക്കെ കിട്ടിയ ആ അറിവുകൾ വായിച്ചു അല്ലാതെയൊക്കെ സ്വായത്തമാക്കിയ അറിവ് അത് അദ്ദേഹം ആട്ടി അതൊരുവിധം നല്ലതാക്കി, എങ്ങനെ അത് പാകപ്പെടുത്തും എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ മനസ്സിനുള്ളിൽ വെച്ചും അതിനെ എങ്ങനെ താൻ അത് സൃഷ്ടിക്കണം, എന്ത് രൂപത്തിൽ സൃഷ്ടിക്കണം, എങ്ങനെയൊക്കെ അത് പുസ്തക രൂപത്തിലാക്കണോ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രൂപത്തിൽ അത് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ചിന്തിച്ച് അതാണ് എന്നിട്ട് താട്ടി ഒട്ടേറെ എന്ന വാക്കിലൂടെ വ്യക്തമാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്ത എന്നിട്ടതാടി നടന്നിട്ട് പറയും. ആദ്യം എന്താണ്, നളചരിതം എന്ന ആട്ടക്കഥ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം അത് ആടി. അതായത് ഒരു ക്ഷേത്രത്തിൽ, അത് ആട്ടക്കഥയാണ്, ആട്ടക്കഥാ സാഹിത്യമാണ് നളചരിതം. അപ്പൊ അതായത് ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചുള്ള കൂത്തരങ്ങിലൊക്കെയാണ് ഇത് ആട്ടക്കഥ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം അതിന്റെ കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അത് രീതി പഠിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ വെച്ച് അത് ആടി അവതരിപ്പിച്ച്, എന്നിട്ട് അതിന് കുറ്റമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അത് എന്ത് ചെയ്ത് എന്നിട്ടതാടി നടന്നിതൊട്ടേറെ എന്നിട്ടുമൊട്ടേ പുറത്തൂട്ടിയുള്ളൂ ഒന്നേ പുറത്തൂട്ടതിന് ശേഷമാണ് അദ്ദേഹം അത് പുറത്തേക്ക് കവിതാരൂപത്തിൽ എഴുതിയത്. അപ്പൊ അതെന്താണ്, അങ്ങനെയാണ് നളചരിതം ആട്ടക്കഥ എന്ന കൃതി ഉണ്ടായത്. അപ്പൊ ഒന്നാണ് അദ്ദേഹം ഇത്രയും ഇത് കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഇത്രയേ അറിവുകളുള്ള വിദ്വാനായിട്ടുള്ള അദ്ദേഹം ഒരെണ്ണമാണ് രചിച്ചിട്ടുള്ളതെങ്കിലും അതെന്താണ് നമ്മുടെ മലയാള സാഹിത്യത്തിലെ തന്നെ മഹത്തരമായിട്ടുള്ള ഒരു കൃതിയായിരുന്നു എന്നാണ് ഇതിലൂടെ പറയണത്. നളചരിതം ആട്ടക്കഥ എന്ന ഉണ്ണായിവാരുടെ കൃതിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് അപ്പൊ എന്താ, എന്നിട്ടതാടി നടന്നിതൊട്ടേറെ എന്നിട്ട് മൊട്ടേ പുറത്തൂട്ടിയുള്ളൂ ഒന്നേ പുറത്തൂട്ടിയുള്ളൂ, ഒരെണ്ണാണ് പുറത്തൂട്ടിയുള്ളൂ എങ്കിലും കൂടി അത് നല്ലതായിരുന്നു. അതിലൂടെ അർത്ഥാക്കുന്നത് എന്താണ്, അതായത് അധികം നല്ല അറിവുകളുള്ള ഒരാൾക്ക് അധികം എഴുതണമെന്നില്ല, അയാൾ ഒരെണ്ണം എഴുതിയാലും അത് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത്. ഇനി അടുത്തതിൽ അടുത്ത 4 വരിയിൽ പറയണത്, പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണു മാത്രം പോരാ കണ്ണാടിയും കയ്യിൽ കൊണ്ടുപോകണം നമ്മൾ നന്നാകുവാൻ നല്ലൊരു ചൂല് അതായത് എന്താ, പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്താ കണ്ണു മാത്രം പോരാ, കയ്യിലെന്താ കണ്ണാടിയും കൊണ്ടുപോകണം. കണ്ണാടി കൊണ്ടുപോകണം എന്തിനാണ്, നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ കൊച്ചിന്റെ കുറ്റം അത്ര ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പൊ അത് പോരാ, അതിന് മുന്നേ കുറ്റം പറയണേ മുന്നേ സ്വയം കയ്യിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുഖം കൂടി ഒന്നുകൂടി നോക്കണം. അപ്പൊ എന്താണ്, അപ്പൊ രണ്ടുപേരുടെ വ്യത്യാസം മനസ്സിലാകുന്നു. ആദ്യം നമ്മുടെ കുറവുകൾ ആദ്യം നമ്മൾ സ്വയം മനസ്സിലാക്കണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഒരാളെ വിലയിരുത്താൻ പാടുള്ളൂ എന്നതാണ് ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത്. നമ്മൾ നന്നാകുവാൻ നല്ലൊരു അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് നന്നാവാൻ എന്ത് ചെയ്യണം, നല്ലൊരു മനസ്സ്. ആദ്യം നമ്മൾ നന്നാവാൻ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല, ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കിക്കളയാം. അതിനാണ് എന്ത് വേണമെന്ന്, നല്ലൊരു ചൂല് മനസ്സിൽ നല്ലുന്നു. ആ ചൂല് എന്ന് പറയുന്നത് എന്താണ്, ചൂല് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അഴുക്കൊക്കെ തൂത്ത് കളയാൻ അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ തൂത്ത് കളയാനായിട്ട് നല്ലൊരു ചൂല് തന്നെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്.
അപ്പൊ ഈ കുറച്ച് വരികളാണോ ഉള്ളെങ്കിലും സമകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് തമാശ രൂപത്തിലും ഈ കവികളുടെ ഉണ്ണായി വാര്യർ എന്ന അദ്ദേഹത്തിന്റെ നളചരിതം ആട്ടക്കഥയെ കുറിച്ചും അങ്ങനെ സാമ്യപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുണ്ണി മാഷ് വ്യക്തമാക്കുന്നേ ഉള്ളൂ എന്നോ ഉള്ളൂ. നമ്മുടെ സമകാലിക ജീവിതത്തെ കുറിച്ച് ഉള്ള ഒരു ചെറിയ ആക്ഷേപം എന്ന് പറയാൻ പറ്റില്ല, നല്ല ഒരു നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നല്ല ഒരു നിരൂപണം തന്നെയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നടത്തിയിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. ഇതിനകത്തും വരുന്നത് ഫസ്റ്റത്തെ ചോദ്യം പേജ് നമ്പർ 25 വാരിയകത്തൂട്ടിയേറെ എന്നതിനർത്ഥം. ആ ചോദ്യം വരാറുള്ള 1 വേർഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഏറെ അറിവ് ഉൾക്കൊണ്ടു എന്നാണ്, ഏറെ അറിവുള്ള ആളാണ്, ഏറെ അറിവ് ഉൾക്കൊണ്ടു എന്നാണ് ആ വാരി അകത്തൂട്ടിയേറെ എന്ന വാക്കിന്റെ അർത്ഥം. അത് നോട്ട് ചെയ്ത് വെക്കിട്ടാ. പിന്നെ അതുപോലെ കുഞ്ഞുണ്ണി കവിതകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. അതായത് കുറഞ്ഞ വാക്കുകളിൽ ഏറെ ആശയങ്ങൾ ഒതുക്കുന്ന കവിയാണ്. പിന്നെ പഴഞ്ചൊല്ലുകളുടെയും കടങ്കഥകളുടെയും താളവും ഒതുക്കൊക്കെ അദ്ദേഹത്തിന്റെ കവിതയ്ക്കുണ്ട്. 4ാമത്തെ ചോദ്യം അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ 5ാമത്തെ ഉണ്ണായി വാര്യരുടെ ഒരേ ഒരു കൃതി ഏതാണ് പറഞ്ഞത്? നളചരിതം ആട്ടക്കഥ 5ാമത്തെ. അത് 1 വേർഡ് ആയിട്ട് വരും. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കി. പിന്നെ അതുപോലെ കുട്ടേട്ടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ തൂലികാനാമാണ്. അപ്പൊ എന്ത് കുട്ടേട്ടൻ. 14ാമത്തെ പേജ് നമ്പർ 27 ചോദ്യം. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കിട്ടാ. കുട്ടേട്ടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് എഴുതും? കുഞ്ഞുണ്ണി മാഷ്. ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമായിട്ട് വരാണെങ്കിലും നമ്മൾ എഴുതണം. അപ്പൊ എന്താണ് പഠിച്ചു വെക്കുക? കുട്ടേട്ടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അതുപോലെ പേജ് നമ്പർ 26 10ാമത്തെ ചോദ്യം നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു? നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു. ചൂല് എന്താണ്? ചൂല് മനസ്സിലെ മാലിന്യങ്ങൾ വന്നുകൂടുമ്പോൾ വൃത്തിയാക്കാനാണ് ഇവിടെ, അതായത് മനസ്സിലെ മാലിന്യങ്ങൾ നീക്കുവാനാണ് ഇവിടുത്തെ ചൂല് പറയുന്നത്. 10ാമത്തെ ചോദ്യം അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ 15ാമത്തെ പേജ് നമ്പർ 27 ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. കുഞ്ഞുണ്ണി കവിതകളുടെ സവിശേഷതകൾ ഈ ഭാഗത്തെ ആസ്പദമാക്കി വിശദമാക്കുക. അത് നോട്ട് ചെയ്ത് വെക്കിട്ടാ. അതും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അതിൽ സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാടൻപാട്ടുകളെ അനുകരിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വരികളുടെ അർത്ഥമൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ കവിതയിലും പഠിക്കാനുള്ളത്. ഇന്നെടുത്ത 2 കവിതയും വളരെ ലളിതമായിട്ടുള്ള കവിതയാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവണമെന്ന്. ചെറുശ്ശേരിയുടെ പ്രിയനെ തേടി എന്ന് പറഞ്ഞ കവിതയാണെങ്കിലും പോലെ ചെറുശ്ശേരി നമുക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള കേട്ടുപരിചയമുള്ള കവിയാണ്. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അതും അതിലെ അതുകൾ പ്രിയനെ തേടി എന്ന് പറഞ്ഞ കവിതയായാലും അതിലെ വാക്കുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതുപോലെ ഇതില് എളുപ്പമുള്ളതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാഠം ഒന്ന് തുടങ്ങി വയ്ക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സീതാ സ്വയംവരം എന്ന് പറയുന്നത്. അതും ഒരു കവിതയാണ്. സീതാ സ്വയംവരം ഗൈഡില് പേജ് നമ്പർ വരുന്നത് 33 കേട്ടോ. പേജ് നമ്പർ 33. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, ഈ 3 പേരാണ് പ്രാചീന കവിത്രയങ്ങൾ. അങ്ങനെയുള്ള പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ എഴുത്തച്ഛന്റെ ഒരു കവിതയാണ് സീതാ സ്വയംവരം. എഴുത്തച്ഛനറിയാലോ, മലയാള ഭാഷയുടെ പിതാവ് അല്ലെ? മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന കവിയാണ് ആര്? എഴുത്തച്ഛൻ. പിന്നെന്താ, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജാപം. നമുക്ക് നമ്മുടെ കേരളീയരിലും ഒക്കെ ഭക്തി പ്രസ്ഥാനത്തിന് കവിതയിലാണെങ്കിലും മൊത്തത്തിലാണെങ്കിലും ഭക്തി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു
എഴുത്തുകാരനാണ്, കവിയാണ് ആര്? നമ്മുടെ എഴുത്തച്ഛൻ. പ്രധാനമായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിലാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഏതാണ്? 16ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ്? മഹാഭാരത കിളിപ്പാട്ട്, പിന്നെ ഇതാ മഹാഭാഗവത കിളിപ്പാട്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കവിതയാണ് ഹരിനാമ കീർത്തനം. മൂന്നും നിങ്ങൾ ഓർത്തു വയ്ക്കുക. മഹാഭാരത കിളിപ്പാട്ട്, ഭാഗവത കിളിപ്പാട്ട്, അതുപോലെ ഹരിനാമ കീർത്തനം. ഇതില് സന്ദർഭം പറയുന്നത് നമ്മുടെ സീതാ സ്വയംവരാണ് ഇവിടെ സന്ദർഭമായിട്ട് പറയുന്നത്. ജനക മഹാരാജാവിന്റെ പുത്രിയാണ് ആര്? സീതാദേവി. ആ സീതാദേവിയെ വിവാഹം, അതായത് സ്വയംവരം, ജനക മഹാരാജാവ് സീതാദേവിയെ സ്വയംവരത്തിന് തയ്യാറാക്കുകയാണ്. അപ്പൊ സ്വയംവരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടത്തി. അവിടെ എന്താണ് സ്വയംവരം വിളിച്ചു പറഞ്ഞ് സ്വയംവരത്തിന്റെ വാർത്ത കേട്ട് നാനാഭാഗത്തു നിന്നും രാജാക്കന്മാര് അവിടേക്ക് ജനക രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവിടെ ഒരു എന്താണെന്ന് വെച്ചാല് അവിടെ സീതാദേവിയെ വിവാഹം കഴിക്കാനുള്ള ഇത് അവിടെ പറഞ്ഞിട്ടുള്ളത് മഹാദേവന്റെ, ശിവഭഗവാന്റെ ഒരു വില്ല് വെച്ചിട്ടുണ്ട്. ആ വില്ല് ആരാണ് വലിച്ച് കുലയ്ക്കുന്നത് അവർക്കാണ് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നാണ് ജനക മഹാരാജാവ് അവിടെ വിളംബരം കൊടുത്തത്. അതനുസരിച്ചാണ് നാനാഭാഗത്തു നിന്നും രാജാക്കന്മാര് അവിടെ എത്തിച്ചേർന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ ശ്രീരാമനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ശ്രീരാമൻ അവിടെ എത്തുന്നതും ഗുരുവിന്റെ ഒപ്പം രാമനും ലക്ഷ്മണനും കൂടി അവിടെ എത്തുന്നതും വില്ല് വിളയ്ക്കുന്നതും അങ്ങനെ സീതാദേവിയെ സ്വയംവരം ചെയ്യുന്നതാണ്. ആ ഭാഗമാണ് ഇവിടെ രാമായണത്തിലെ ആ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കാം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടാൻ. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞതാ മഹാദേവന്റെ പള്ളിവിൽ വില്ല് കണ്ടിട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആരാണ്? ശ്രീരാമൻ ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടാൻ. ആനന്ദം എന്ന് പറഞ്ഞതാ സന്തോഷം. അതായത് അവിടെ സ്വയംവര വേദിയാണ്. അതാണ് സ്വയംവരത്തിനുള്ള വേദി എവിടെയാണ്? ജനക മഹാരാജാവിന്റെ കൊട്ടാരം. അവിടെ ചുറ്റും നിരവധി രാജാക്കന്മാർ വന്നു നിൽക്കുന്നുണ്ട്. ഈ വിളംബരം കേട്ട് സീതയെ പരിണയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കുറേ രാജാക്കന്മാർ അവിടെ വന്നു നിൽക്കുന്നുണ്ട്. അവിടെയാണ് രാമലക്ഷ്മണന്മാരും ഗുരുവിന്റെ ഒപ്പം വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രീരാമന്റെ ഊഴമെത്തി. അപ്പൊ ശ്രീരാമൻ നേരെ മഹാദേവന്റെ പള്ളിവില്ല് അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിവിൽ കണ്ട് സന്തോഷത്തോടു കൂടി ആ പള്ളിവിൽ വന്ദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുകയാണ്. എന്തിനുള്ള അനുവാദം ചോദിക്കുന്നത്? വില്ല് കുലയ്ക്കാനുള്ള അനുവാദം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാം. വില്ലെടുക്കാൻ എടുത്തോട്ടെ, അതുപോലെ അത് കുലച്ചോട്ടെ, വലിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കുകയാണ്. ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ആരാണ് അപ്പൊ ഗുരുവായിട്ട് പോയിരിക്കുന്നത്? വിശ്വാമിത്ര മഹർഷി അല്ലെ. അപ്പൊ വിശ്വാമിത്ര മഹർഷി പറയാണ്, എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട. അപ്പൊ എന്താ പറയുന്നത് മറുപടിയായിട്ട്? എല്ലാം ആകാം, എന്തായാലും നടക്കും, അതുകൊണ്ട് ആകുന്നത് ചെയ്തോളൂ, ഒട്ടും മടിക്കേണ്ട, ഒട്ടും മടി കൂടാ, അതുകൊണ്ട് ഇതൊക്കെ എന്തായാലും സാധ്യമാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൂടി എന്തായാലും ശ്രീരാമന് സാധിക്കും എന്നുള്ള ഒരു മുൻവിധി കൂടി പറഞ്ഞുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി പറയുന്നത്, നിനക്കെല്ലാം സാധിക്കും, അതുകൊണ്ട് നീ ഒട്ടും മടിക്കേണ്ട, നീ അത് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പൊ വില്ല് കുലയ്ക്കുന്നതിന് മുന്നേ വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടി ആയിട്ടാണ് പറഞ്ഞത്, നിനക്കത് സാധിക്കും, നീ മടിക്കാതെ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അതുമൂലം കല്യാണം ഇത് മൂലം വന്നു കൂടിയിടുമല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ കല്യാണം എന്ന വാക്കിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് മംഗളം, അതായത് നല്ല കാര്യമേ വരുള്ളൂ. അതുപോലെ കല്യാണം എന്ന വേറെ അർത്ഥം എന്താ? കല്യാണത്തിന് വിവാഹം, അതായത് എടുക്കുമ്പോൾ എന്തായാലും നല്ല മംഗളകരമായ കാര്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്? സീതാദേവിയെ വിവാഹം കഴിക്കാനും ഇതുമൂലം സാധിക്കുള്ളൂ. അപ്പൊ രണ്ട് അർത്ഥം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മന്ദഹാസവും പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദമന്ദം പോയി ചെന്ന് നിന്നു കണ്ടിതു ചാപം. അപ്പൊ എന്താ? അത് കേട്ട് മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താ? പുഞ്ചിരിച്ചുണ്ട്, ചെറു പുഞ്ചിരി. മന്ദഹാസം നോട്ട് ചെയ്ത് വെക്കിട്ടെ. മന്ദഹാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ചെറു പുഞ്ചിരിയോട് കൂടി രാഘവൻ ആരെയാണ്? രാഘവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീരാമൻ. ചെറു പുഞ്ചിരിയോടുകൂടി ശ്രീരാമൻ എന്ത് ചെയ്ത്? അത് കേട്ട് മന്ദമന്ദം എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ, ശബ്ദമൊന്നുമില്ലാതെ പതുക്കെ. മന്ദമന്ദം എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ
മന്ദമന്ദം പോയി ചെന്ന് നിന്നു കണ്ടിതു ചാപം. ചാപം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വില്ല്. അപ്പൊ എന്താണ് ഈ വാക്കുകൾ കേട്ട്, അതായത് വില്ല് കുലച്ചോളൂ, അതുപോലെ നിനക്ക് എന്തായാലും കല്യാണം നല്ലത് തന്നെയാണ്, വന്നു ചേരുകയുള്ളൂ എന്നുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ എന്താണ് ചെറുപുഞ്ചിരിയോട് മന്ദഹാസത്തോടു കൂടി പതുക്കെ മഹാദേവന്റെ വില്ലിന്റെ അടുത്ത് പതുക്കെ വന്ന് നിന്നു. അതിനുശേഷം വില്ല് കണ്ടിട്ട് എന്ത് ചെയ്തു? ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ജിതശ്രമം എന്ന് പറഞ്ഞ ശ്രമം എന്താണെന്താ? ജിതശ്രമം എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും ശ്രമമില്ലാതെ പെട്ടെന്ന്. ജിതം എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. ശ്രമം, ശ്രമം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഇത് ഭയങ്കര ശ്രമപ്പെട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ശ്രമപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസം, എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഭയങ്കര ശ്രമമാണ്, ഭയങ്കര ശ്രമിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ നമുക്ക് പ്രയത്നിക്കേണ്ടി വന്നു. പക്ഷെ ഇതിവിടെ നേരെ വിപരീതമായിട്ട് പറയാണ് ജിതശ്രമം എന്ന്. അതായത് ഒട്ടും പ്രയത്നമില്ലാതെ, അതായത് നിഷ്പ്രയാസം. അപ്പൊ ജിതശ്രമം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിഷ്പ്രയാസം. അത് അവന് അസാധ്യമായി, ഇത് പെട്ടെന്ന് തന്നെ സാധ്യമായി. അതുകൊണ്ടാണ് ജിതശ്രമം എന്ന് പറയുന്നത്. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. അത് എങ്ങനെയാണ് ശ്രീരാമൻ വില്ല് മുറിച്ചത്? ജ്വലിച്ച തേജസ്സോടു കൂടി. അതായത് ശ്രീരാമന്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുണ്ട്. ആ മന്ദഹാസത്തോടു കൂടി തന്നെ ജ്വലിച്ച തേജസ്സോടു കൂടിയാണ് ശ്രീരാമൻ വില്ലിന്റെ അടുത്തേക്ക് ചെന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നിഷ്പ്രയാസം, ജിതശ്രമത്തോട് ഒട്ടും ശ്രമമില്ലാതെ നിഷ്പ്രയാസം എന്താ വില്ലെടുത്ത് വലിച്ച് മുറിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു. ആ സമയത്ത് എന്തുണ്ടായി എന്നാണ് പറയുന്നത്? ഈ 7 ലോകം എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ 7 എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും വിസ്മയപ്പെട്ടു. അതായത് ഭൂമിയിലെ, അതുപോലെ തന്നെ സ്വർഗത്തിലെയും ഭൂമി, അങ്ങനെ ഈ 14 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അല്ലെ? സ്വർഗവും നരകം അങ്ങനെയുള്ള എല്ലാ 14 ലോകങ്ങളും വിസ്മയപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും അതായത് അത്രയും ബുദ്ധിമുട്ടായിരുന്നുള്ള സകല രാജാക്കന്മാർ, പല ആൾക്കാരും, അത്രയും ഭയങ്കരമായിട്ടുള്ള ആളുകൾ വന്നിട്ടും പറ്റാതിരുന്നതാണ്. നിസാര ബാലൻ, അധികം വയസ്സില്ലാത്ത ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അന്ന് അധികം പ്രായമില്ലാത്ത ആളായിരുന്നു. ആ ശ്രീരാമൻ നിഷ്പ്രയാസം മുറിച്ചത്, ചാപം മുറിച്ച അതിന്റെ മാറ്റൊലി കേട്ടിട്ട് ഈ 14 ലോകങ്ങളും അതിന്റെ ശബ്ദം മാറ്റൊലി കൊണ്ടു എന്നാണ് പറയുന്നത്. പിന്നെന്താ? ലോകത്തുള്ള ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന കൂടിയിരുന്ന ആളുകൾ, ജനങ്ങൾ മുഴുവൻ എന്താ വിസ്മയപ്പെടുകയും ചെയ്തു. പിന്നെന്താ? എങ്ങനെയായിരുന്നു അതിന്റെ ഒച്ച എന്നാണ് പറയുന്നത്? ഇടി വെട്ടുന്ന പോലെ, അത്രയും ഭയാനകമായ ശബ്ദമായിരുന്നു ആ വില്ല് കുലച്ചപ്പോൾ ഉണ്ടായത്. ഇടി വെട്ടിയിടുന്ന തരത്തിലായിരുന്നു ആ ശബ്ദം. ആ ശബ്ദം കേട്ടിട്ട് എന്താണ് ഉണ്ടായത്? ഇടിവെട്ടിടുന്ന രീതിയിലുള്ള വില്ല് മുറിക്കുന്ന ഒച്ച കേട്ടിട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങൾ പോലെ. അങ്ങനെ ആ വില്ല് മുറിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് അവിടെ ഉള്ള ചുറ്റും കൂടിയിരുന്ന രാജാക്കന്മാര് എന്താ ഉരകങ്ങളെ പോലെ, ഉരകം എന്ന് പറഞ്ഞാ ഉരകം എന്ന വാക്കിനർത്ഥം പാമ്പുകളെ പോലെ പേടിച്ച് എന്ന്. നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷം പൂണ്ടാൽ. സന്തോഷം എന്ന് പറഞ്ഞാൽ പൂണ്ടാൾ എന്ന് പറഞ്ഞാൽ സന്തോഷം വന്നു. മൈഥിലിക്കാണെങ്കിൽ, മൈഥിലി എന്ന് പറയുന്ന സീതാദേവി. മൈഥിലി എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ്? സീതാദേവി മിഥിലാപുരിയിലെ രാജാവിന്റെ പുത്രി എന്ന രീതിയിൽ. മിഥിലാപുരത്തെ രാജാവാണ് ആര്? ജനക മഹാരാജാവ്. ആ ജനക മഹാരാജാവിന്റെ പുത്രിയാണ് സീതാദേവി. ആ രീതിയിലാണ് സീതയ്ക്ക് മൈഥിലി എന്ന പേര് ഉണ്ടായത്. അപ്പൊ മൈഥിലി എന്ന് പറഞ്ഞപ്പോ ആരെയാണ് ഇവിടെ? സീതാദേവി എന്താ മയിൽപേടയെ പോലെ സന്തോഷം പൂണ്ടു. അതായത് അതായത് ഇടിവെട്ടിടുമ്പോ എന്താണ്? ഇടിവെട്ടുന്ന സമയത്ത് ഗ്രഹങ്ങൾക്ക് പേടി വന്നു. അതായത് പാമ്പുകളെ പോലെ രാജാക്കന്മാര് പേടിച്ചു എന്നാണ് ഇവിടെ ഉപമിക്കുന്നത്. അതായത് ഇടിവെട്ടുമ്പോൾ സാധാരണ എന്താണ്? പാമ്പുകൾക്ക് പേടി വരും. പക്ഷേ എന്താണ്? മയിലുകൾക്കാണെങ്കിൽ എന്താ? ഇടിവെട്ടുമ്പോ മഴ വരാൻ പോണ എന്ന സന്തോഷം കൊണ്ട് അവർക്ക് സന്തോഷമാണ് തോന്നുന്നത്. അപ്പൊ ആ ഇടിവെട്ടുന്ന ഇത് കേട്ടപ്പോൾ സന്തോഷം വന്നത് ഇവിടെ സീതാദേവിക്കാണ്. അപ്പൊ ആ സീതാദേവിയെ മയിലിനോട് ഉപമിക്കുകയും അതുപോലെ പേടി വന്നത് ഇവിടെ രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരെ ഇവിടെ ആരോടായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉരകങ്ങൾ, പാമ്പുകളായിട്ട്
ഉപമിക്കുകയും ചെയ്തിരിക്കുന്നു. മൈഥിലി മയിൽ പേടയെ പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി. ചേതസി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ. ആരുടെ മനസ്സിലാണ് കൗതുകം ഉണ്ടായത്? കൗശികൻ. കൗശികൻ എന്ന് പറഞ്ഞതാ ജനകൻ. ജനക മഹാരാജാവിനെയാണ് കൗശികൻ എന്ന് പറഞ്ഞ മഹാരാജാവിന്റെ മനസ്സിൽ അപ്പോൾ വളരെയധികം കൗതുകം തോന്നുകയും ചെയ്തു. ബാലൻ വളരെ നിസ്സാരമായിട്ട് ശ്രീരാമൻ അമ്പ് കുലച്ചത് കണ്ടപ്പോൾ വളരെ കൗതുകത്തോടു കൂടി തന്നെ ജനക മഹാരാജാവ്, അതായത് സീതാദേവിയുടെ പിതാവ്, കൗതുകത്തോടു കൂടി തന്നെ നോക്കിക്കാണുകയും ചെയ്തു. അതിനുശേഷം എന്താണ്? മൈഥിലി തന്നെ പരിചാരകമാണ്. അതിനുശേഷം സീതാദേവി പരിചാരകന്മാരോടുകൂടി, തോഴിമാരോടും പരിചാരകന്മാരോടും അമ്മയോടൊക്കെ കൂടെ ശ്രീരാമന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. ഇനി ഇത് കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തായാലും ഇപ്പൊ നമ്മള് 2 കവിതകള്, ഇത് കൂടാതെ തന്നെ 2 കവിതകൾ നമ്മൾ ഓൾറെഡി പഠിച്ച്. ഏതൊക്കെയാണ്? പ്രിയനെ തേടി എന്ന് പറയുന്ന കവിത, അതുപോലെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയും നമ്മൾ പഠിച്ച്. പിന്നെ ഏതാ ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്നത്? എഴുത്തച്ഛന്റെ സീതാ സ്വയംവരം. അതും കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എന്തായാലും പ്രിയനെ തേടി എന്ന കവിതയും കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയും നമ്മൾ എന്തായാലും നല്ലവണ്ണം പഠിക്കുക. അതിന് മുന്നെടുത്ത ഇപ്പൊ ഓണം 2 ദിവസം, ഇപ്പൊ നാളെ മറ്റന്നാൾ ഓണയാണല്ലോ, അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഇനി ക്ലാസ് 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഈ കവിതകളൊക്കെ നോക്കുക. അപ്പോഴേ നമ്മൾക്ക് പഠിച്ചു പോയാൽ, അതായത് ഇത് മലയാളം ആയതുകൊണ്ട് എല്ലാവരും മലയാളത്തിലാണ്, ഇംഗ്ലീഷ് ഒഴിച്ച് എല്ലാവരും മലയാളത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് വായിച്ച എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് വീഡിയോസ് റെക്കോർഡായിട്ട് കിട്ടൂല. അപ്പൊ അത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചൊക്കെ കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിൽ കയറും. അപ്പൊ നിങ്ങൾക്കത് വേഗം പഠിക്കാനൊക്കെ ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ തന്നെ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒട്ടും ടെൻഷനില്ലാതെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you.